അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, ശബരിമലയിൽ നടന്ന അയ്യപ്പ സംഗമം, ആ സംഗമവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ആ സംഗമം എത്രത്തോളം വിജയമായിരുന്നു, വേണ്ടത്ര പ്രതിനിധികൾ എത്തിയോ, അത്തരം ചർച്ചകൾ എന്തുമാകട്ടെ, പക്ഷേ ആ അയ്യപ്പ സംഗമത്തിന് ശേഷമുള്ള NSSന്റെ നിലപാട്, പ്രത്യേകിച്ച് സുകുമാരൻ നായരുടെ പ്രതികരണം എന്നത് CPIMന് അനുകൂലമാകുന്ന തരത്തിൽ NSS മാറിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയായി പൊതുവെ വിലയിരുത്തുന്നുണ്ട്. അതുമാത്രമല്ല, അതിരൂക്ഷമായ വിമർശനം ഇപ്പോൾ കോൺഗ്രസിനും BJPക്കുമെതിരെ NSS നടത്തുകയും ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ മതം ഇടപെടരുത് എന്ന് പറയുമ്പോൾ പോലും സാമുദായിക സംഘടനകളുടെ നിലപാടുകളൊക്കെ പലപ്പോഴും രാഷ്ട്രീയത്തെ സ്വാധീനിച്ചിട്ടുണ്ട്, തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ CPIMന് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന പ്രതികരണമാണോ ഇപ്പോൾ സുകുമാരൻ നായർ നടത്തിയിട്ടുള്ളത്? നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ അജണ്ടയായിട്ടല്ല ഒരിക്കലും CPIMും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയുമായി ആഘോഷവുമായി ബന്ധപ്പെട്ട് ഈ നടത്തിയ അയ്യപ്പ സംഗമത്തെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്. അങ്ങനെ ചില തെറ്റിദ്ധാരണകൾ നമ്മുടെ പൊതുസമൂഹത്തിനകത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമം നടക്കുന്നുണ്ട്. എപ്പോഴും ശബരിമലയെ ഒരു തെരഞ്ഞെടുപ്പ് അജണ്ടയായി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ അജണ്ടയാക്കി മാറ്റിയത് ഈ കാര്യങ്ങളിലെല്ലാം തന്നെ വ്യത്യസ്ത അഭിപ്രായവും നിലപാടും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസും BJPയുമാണ്. നമ്മൾ കണ്ടതാണ്, ശബരിമലയെ രാഷ്ട്രീയ അജണ്ടയാക്കി കൊണ്ടു നടന്ന ആളുകൾ 2 സീറ്റിൽ പറന്ന് മത്സരിച്ച് തോൽക്കുന്ന സാഹചര്യം നമ്മുടെ മുൻപിലുണ്ട്. ഞാൻ ആ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഒരിക്കലും ഇവിടെ CPIMോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഇതിനെ ഒരു തെരഞ്ഞെടുപ്പ് അജണ്ടയായോ രാഷ്ട്രീയ അജണ്ടയായോ കണ്ടിട്ടില്ല. അങ്ങനെ വരുത്തി തീർക്കാൻ വലിയ പരിശ്രമം നമ്മുടെ സമൂഹത്തിനകത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി മറ്റൊരു സംഗമം പന്തളത്ത് സംഘടിപ്പിച്ചത്. ആ സംഗമം കൊണ്ടുണ്ടാക്കിയ സമൂഹത്തിനകത്തുണ്ടാക്കിയ റിസൾട്ട് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ, ഒരു ശാന്തവുമില്ലാത്ത അശാന്തനായ ഒരു ശാന്താനന്ദ മഹർഷി നടത്തിയിട്ടുള്ള പ്രസംഗം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങേയറ്റം ഈ സമൂഹത്തെ വിഭജിക്കുന്നതിന് വേണ്ടി, ഈ സമൂഹത്തിൽ അന്തചിത്രവും കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവമാണ് അവർ ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി മറ്റൊരു സംഗമം സംഘടിപ്പിച്ചത് എന്നത് അടിവരയിട്ട് തെളിയിക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശരി, പക്ഷേ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, അവിടെ താങ്കൾ പറയുന്നത് പോലെ ഇതിനൊരു രാഷ്ട്രീയ ലക്ഷ്യവും ഇല്ല എന്ന് പറയുമ്പോൾ പോലും എതിരാളികൾ ഉന്നയിക്കുന്ന നിരവധിയായ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഇത്രയും നാൾ ഈ ബോധോദയം എന്തുകൊണ്ടുണ്ടായില്ല? ഇതിപ്പോൾ ബോർഡിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായാണ്, അല്ലെങ്കിൽ അതിൻ്റെ ജൂബിലിയുടെ ഭാഗമായാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും നിരവധിയായ ഫ്ലെക്സുകളിൽ പിണറായി വിജയൻ്റെ മുഖമായിരുന്നു എന്നത് നമ്മൾ കണ്ടതാണ്. ദേവസ്വം മന്ത്രിയുടെ മുഖം മാത്രമേ ഉണ്ടായിരുന്നു എന്നത് കണ്ടതാണ്. അയ്യപ്പ സംഗമത്തിൻ്റെ ഫ്ലെക്സ് ബോർഡുകളിൽ അയ്യപ്പൻ ഉണ്ടായിരുന്നില്ല എന്ന വിമർശനം VD സതീശനെ പോലെയുള്ളവർ ഉന്നയിച്ചതാണ്. അപ്പോൾ അതിന് പൂർണ്ണമായും രാഷ്ട്രീയമില്ല എന്ന് പറയുന്നതിനോട് യോജിക്കാനാകുമോ? അല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ദേവസ്വം ബോർഡ് വകുപ്പിന് നേതൃത്വം നൽകുന്ന മന്ത്രിയുടെയും ഒക്കെ ഫോട്ടോ വെക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും ലിഖിതമായോ അലിഖിതമായോ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. അത്തരത്തിലുള്ള അല്ല, സർക്കാരിന്റെ പരിപാടിയാണോ എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും അങ്ങനെയല്ല, ഇത് ദേവസ്വം ബോർഡിന്റെ പരിപാടിയാണ് എന്ന് പറയുകയും ദേവസ്വം ബോർഡാണ് എല്ലാം നടത്തുകയെന്ന് പറയുകയും, പക്ഷേ പൊതുവിൽ അത് സർക്കാരിന്റെ പരിപാടിയായി മാറുകയും ചെയ്തിരുന്നു. അല്ല, അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ബാലിശമാണ്. ഇവിടെ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തെ സംബന്ധിച്ച്, അതിൻ്റെ ശുദ്ധിയെ സംബന്ധിച്ചൊക്കെ തന്നെ വലിയ ചർച്ചകൾ നടന്നു കഴിഞ്ഞൊരു സന്ദർഭമാണ്. അത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച്, അതിൻ്റെ പങ്കാളിത്തത്തെ സംബന്ധിച്ചൊക്കെ തന്നെ വലിയ നിലയിലുള്ള കള്ള പ്രചാരവേല നമ്മുടെ പൊതുസമൂഹത്തിനകത്ത് നടത്തി ചില ആളുകൾ പരാജയപ്പെട്ടു പോയി. ബദലായി ഒരു രാഷ്ട്രീയ പാർട്ടിയെ മുൻനിർത്തിക്കൊണ്ടൊരു രാഷ്ട്രീയ സംഗമം അവിടെ നടത്തി. ഇവിടെ ഇരിക്കുന്ന അവതാരകനോ ഞങ്ങളെ കേൾക്കുന്ന ആളുകൾക്കോ സഹ പാനലിസ്റ്റുകൾക്കോ വ്യത്യസ്ത അഭിപ്രായമുണ്ടെന്ന് തോന്നുന്നില്ല. CPIMന്റെ ബാനറിന് കീഴിലാണ് ഒരു സമ്മേളനം സംഘടിപ്പിച്ചാൽ ഞങ്ങൾക്കവിടെ ലക്ഷക്കണക്കിന് ആളുകളെ സംഘടിപ്പിക്കാൻ യാതൊരുവിധ മടിയുമില്ല. അതിനുള്ളൊരു യാതൊരുവിധ കുറവ് ഞങ്ങൾക്കുണ്ടാവില്ല. കാരണം അതിനുള്ള എല്ലാവിധ സംഘടനാ കരുത്തും ഇന്നും ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങളെ എതിർക്കുന്ന ആളുകൾക്ക് പോലും നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. ഇവിടെ
അയ്യപ്പ ഈ സംഗമം ഞങ്ങൾ നടത്തിയെന്ന് പറഞ്ഞാൽ വളരെ ചിട്ടയോടുകൂടി, വളരെ കൃത്യതയോടുകൂടി, ആഗോള അയ്യപ്പ സംഗമം വളരെ കൃത്യതയോടുകൂടി നമ്മൾ നടത്തിയിട്ടുള്ളത്. അത് നടത്തിയതിന് പിന്നിൽ ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ തീർച്ചയായും ശബരിമലയുടെ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മാത്രമാണ്, അല്ലാതെ മറ്റൊരു അജണ്ടയും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ മുന്നിലില്ല. തീർച്ചയായും ഞാൻ ഈ ശബരിമല വിഷയത്തിന്റെ അജണ്ടയെ കുറിച്ച് കൂടുതലായി പോകേണ്ട അതില്ല എന്ന് പറയുന്നത് എന്തുമാകട്ടെ, അതിന്റെ അജണ്ട നമ്മൾ പലപ്പോഴായി ചർച്ച ചെയ്തു. പക്ഷേ ആ സംഗമത്തിന് ശേഷം ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ, പ്രത്യേകിച്ച് ഹൈന്ദവ സംഘടനകളിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ സുകുമാരൻ നായരുടേത്. പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഈ നായർ സമുദായം എന്നത് കോൺഗ്രസിനാണ് എല്ലാ കാലവും അനുകൂലമായി വോട്ട് രേഖപ്പെടുത്താറുള്ളത് എന്നതാണ്. ഒരു പക്ഷേ താങ്കൾക്കത് അതിനോട് വിയോജിപ്പുകൾ ഉണ്ടാകാം. പക്ഷേ അത്തരം ചില സൂചനകളും കണക്കുകളും ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മനസ്സിലാക്കുന്നവർക്ക് വായിച്ചെടുക്കാനും സാധിക്കാറുണ്ട്. ഇപ്പോഴിത് അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ശരിദൂരം എന്നത് ഇടത്തേക്കാണ് എന്ന് സുകുമാരൻ നായർ മനസ്സിലാക്കുന്നു. അങ്ങനെയാണോ സുകുമാരൻ നായരുടെ പ്രതികരണത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട NSS ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായരുടെ സ്റ്റേറ്റ്മെൻ്റാണ് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ചർച്ചയ്ക്ക് തന്നെ വേദിയായിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ ഒരുമിച്ചിരിക്കാനുള്ള കാരണം തന്നെ അതാണ്. അത് മാത്രമല്ല, സുകുമാരൻ നായർ പറഞ്ഞതാണ് ശരിയെന്ന് വെള്ളാപ്പള്ളി നടേശനും പറയുന്നു. അല്ല, ഇവിടുത്തെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഒരു യോജിപ്പിൻ്റെയും വിയോജിപ്പിൻ്റെയും കാര്യം പറഞ്ഞു. എല്ലാ കാലത്തും ജാതിമത സംഘടനകൾ അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിൽ യോജിപ്പിൻ്റെയും വിയോജിപ്പിൻ്റെയും ചില സാഹചര്യങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ചില ആളുകൾ അവർക്ക് ചില കാര്യങ്ങളെ സംബന്ധിച്ച് സർക്കാർ എടുക്കുന്ന നിലപാടിൽ ശരിയുണ്ട് എന്ന് സമർത്ഥിച്ച് അവർ മുന്നോട്ട് വന്നാൽ, അല്ല അത് അപ്പടി തെറ്റാണ് എന്ന വിലയിരുത്തൽ നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കുമോ? ഈ പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതകൾ ഇവിടെ തീമഴ പോലെ നുണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ശബരിമലയ്ക്ക് വേണ്ടി യാതൊന്നും തന്നെ ഐക്യജനാധിപത്യ മുന്നണിയോ BJPയുടെ കേന്ദ്ര സർക്കാരോ ചെയ്തിട്ടില്ല എന്ന് കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കുന്ന ആളുകൾ പറയുമ്പോൾ അതിലെവിടെയാണ് നമ്മൾ തെറ്റിനെക്കുറിച്ച് ഗവേഷണം നടത്തേണ്ടത്? അതിൻ്റെ ആവശ്യമില്ല. ആ പറയുന്ന കാര്യത്തിൽ ശരിയുണ്ട് എങ്കിൽ ആ ശരിയെ തീർച്ചയായും നന്മയോടുകൂടി ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഓരോ ആളുകളും, ഓരോ ഈ കേരളത്തെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ശബരിമലയെയും അയ്യപ്പനെയും ഒക്കെ സ്നേഹിക്കുന്ന വിശ്വാസികളും, അതുപോലെ തന്നെ മറ്റ് ഇതര മതസ്ഥരായിട്ടുള്ള വിശ്വാസികളും വിശ്വാസമില്ലാത്തവർക്കും ഒക്കെ ഈ കാര്യങ്ങളിലെ നന്മയെ പൂർണ്ണമായും ഉൾക്കൊള്ളേണ്ടതാണ്. ആ നന്മ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വോട്ടായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ഇപ്പോഴത്തെ സുകുമാരൻ നായരുടെ നിലപാട് അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമെന്നാണ്. തുടർച്ചയായി നന്മ ചെയ്തത് കൊണ്ടാണല്ലോ പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാരിലേക്ക് കടന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് എനിക്ക് തോന്നുന്നു ഒരു തവണ ഒരു നേരിയ ഒരു സംഗതി ഉണ്ടായിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ തവണയും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വ്യക്തമായ മുൻതൂക്കം ലഭിച്ച തെരഞ്ഞെടുപ്പുകളാണ് നടന്നിട്ടുള്ളത്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മറ്റൊരു ദേശീയ രാഷ്ട്രീയം അവിടെ ചർച്ച ചെയ്യപ്പെടുകയും അതിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ നന്മ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനക്ഷേമകരമായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ, അത് എത്രയൊക്കെ കള്ളം നമ്മുടെ സമൂഹത്തിനകത്ത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി, ലൈഫ് ആയിരുന്നാലും ശരി, അതുപോലെ തന്നെ പെൻഷൻ ആയിരുന്നാലും ശരി, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ഉണ്ടായിട്ടുള്ള മാറ്റം കണ്ടുറന്ന് കണ്ടാൽ ഉണ്ടാകുന്ന കാര്യങ്ങളായിരുന്നാലും ശരി, സമഗ്ര മേഖലയിലും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ ജനങ്ങൾ കാണുകയും അതുവഴി ഉണ്ടായിട്ടുള്ള പുരോഗതിയെ അധിക നാൾ മറച്ചു വെക്കാൻ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ടാണ് നേരത്തെ ചില കാര്യങ്ങളിൽ ഇടതുപക്ഷത്തെയും സർക്കാരിനെയും വിമർശിച്ചിരുന്നവർ പോലും ഇപ്പോൾ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടികൾ പൂർണ്ണമായും ശരിയാണ് എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അടിവരയിട്ട് തെളിയിച്ചുകൊണ്ട് കടന്നു വരുന്നത്. അതിന് ഞങ്ങളും തിരിച്ച് സർവാത്മന ഒരു ഉപാധികളുമില്ലാതെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ്. ഞാൻ താങ്കളിലേക്ക് വരാം.